നമ്മുടെ പിങ്കു മിക്കു നിന്ന് ഒളിഞ്ഞ് നോക്കുന്നുണ്ടോ? നമ്മുടെ ചോട്ടൂനെ മിട്ടൂനെ നോക്കുക കേട്ടോ. അവർ സത്യം പറഞ്ഞാൽ ഇതുവരെ അടുത്ത് കണ്ടില്ല കേട്ടോ രണ്ടുപേരെയും. അവർക്കൊന്ന് വിരകാൻ കിട്ടാതെ ഇപ്പോൾ നോക്കിയാൽ നല്ല രസമില്ല. എന്താണ്ട് ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ, കൊച്ചുങ്ങളെ നോക്കുകയാണ്. അകത്തോട്ട് എന്നുവെച്ചാൽ തല മാത്രമേ ഇച്ചിരി കാണത്തുള്ളൂ കേട്ടോ. അങ്ങോട്ട് വെല്ല ഞാൻ തന്നെ പിടിച്ചു കേട്ടോ. ഇപ്പോൾ ഒറ്റ ചാട്ടം വെച്ച് എടുത്തുണ്ടോ പിങ്കു. അത് വെല്ല ഇവരെ കണ്ടപ്പം വെല്ല ഓടിക്കാനായിട്ട് ഇങ്ങനെ ചാടി വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ പേടിച്ചു പോയി. വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ ഓർത്തില്ല കേട്ടോ. ഞാൻ തന്നെ ഇങ്ങനെ അങ്ങ് ഞെട്ടിപ്പോയി അവിടെ ആ വരക്കം കണ്ടുകൊണ്ട്. രണ്ടും കൂടെ പേടിച്ച് ഓടിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. കഷ്ടം. എന്തോ പറയാനാന്ന് പറയാം. എനിക്ക് ഇനി എന്തുവായാലും എടുത്തിട്ട് കൊടുക്കണം. അവരെ കണ്ണൊക്കെ വിരിഞ്ഞല്ല. ഇനിയിപ്പം ഇവരെയും കൂടെ ഒന്ന് ഇവരെടുക്കലൊന്ന് എത്തിക്കണം. നാളെയോ മറ്റന്നാളിലോ ഒന്ന് നോക്കട്ടെ. ചെറുതായിട്ടുള്ള രീതി എനിക്ക് പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ബെല്ലയുടെ കുഞ്ഞുങ്ങളോട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും എനിക്കൊരു പേടിയുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത്. ചിലപ്പോൾ എങ്ങാനും കടിച്ചാലോ ബെല്ലയോടുള്ള വിരോധം ഇനി വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു പേടി കൊണ്ടാണ് കേട്ടോ. എന്തുമായാലും അന്ന് ഇപ്പോൾ കാണാൻ രസമുണ്ടായിരുന്നു. എന്നും ഇങ്ങനെ തന്നെ കേട്ടോ. എന്നും ഇങ്ങനെ വന്ന് ഒളിഞ്ഞു നോക്കും. ബെല്ല കാണാതെ ഒളിഞ്ഞു നോക്കിയാൽ ബെല്ലയല്ലേ ആൾ എന്നാലും കാണാം. അതുകൊണ്ട് ഇപ്പോൾ അതിനേക്കാട്ടിലും വലിയൊരു രസം നടന്നു കേട്ടോ. അതുകൊണ്ട് ആഷ്മി രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിന് ആ കസേര എടുത്തിട്ട് കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ് എടുത്ത് തരത്തില്ലെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ആഷ്മിയുടെ കസേരയുടെ കീഴിൽ കയറിയിരുന്ന് ആ മിക്കു അങ്ങോട്ട് നോക്കി തന്നെത്താനെ കയറി നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ. പക്ഷേ ഞാൻ വന്നപ്പോഴത്തേക്കിനും അവൾ എന്നെ കണ്ടുകൊണ്ട് എഴുന്നേറ്റ് പോരുന്നു. ആ വീഡിയോ അങ്ങ് മിസ്സായി.